നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PCOD ഉള്ള ആളുകൾ, പോളിസിസ്റ്റിക് ഒവാരിയൻ ഡിസീസ് ഉള്ള ആളുകൾ, അതായത് അവരുടെ ഓവറീസിനകത്ത് ചെറിയ ചെറിയ സിസ്റ്റ് ഉണ്ട്. ഈ സിസ്റ്റ് ഫോർമേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറ്റ് പാറ്റേൺ എന്ന് പറയുമ്പം രാവിലെ എന്ത് കഴിക്കണം, അതുപോലെ മിഡ് മീൽ ടൈമിൽ എന്ത് കഴിക്കണം, ആ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കാരണം PCOD എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മരുന്ന് എടുത്തിട്ട് മാറ്റേണ്ട ഒരു അസുഖമല്ല. നമുക്ക് ഡയറ്റിലൂടെ തന്നെ ചികിത്സിച്ച് അതിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് നമ്മളെടുത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ പീരീഡ്സിലൊക്കെ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അവരോട് പറയുന്നൊരു കാര്യമാണ് നമുക്ക് പീരീഡ്സ് ഒക്കെ ഒന്ന് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റിൻ്റെ കൂടെ തന്നെ മെഡിസിൻസും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യേണ്ടി വരും. അല്ലാത്ത പക്ഷ ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡയറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അതായത് ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ സാധിക്കും. പിന്നെ ഒട്ടുമിക്ക PCOD ഉള്ള ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിലും അവരിൽ ഓവർ വെയ്റ്റ് വലിയൊരു പ്രശ്നമാണ്. വെയിറ്റ് വല്ലാതെ ക്രമാതീതമായിട്ട് കൂടുന്നത്. അപ്പം അത്തരം ആളുകളിൽ വെയിറ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും ഡയറ്റ് എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ ഡയറ്റിൽ ഏർലി മോർണിംഗ് നിങ്ങൾ രാവിലെ എണീറ്റ പാടെ എന്ത് കഴിക്കണം? ഏറ്റവും രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് വാം ആയിട്ടുള്ള വാട്ടർ, അതായത് ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം നമുക്ക് കുടിക്കാം. അപ്പം നന്നായിട്ട് വിശന്ന് എണീക്കുന്ന ഒരു സമയമായിരിക്കാം നമുക്ക് ആ ഒരു പുലർച്ചെ ടൈം, അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വിശപ്പുണ്ടായിരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യാം? നല്ല ഇളം ചൂട് വെള്ളം നന്നായിട്ട് കുടിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ വെള്ളം തന്നെ കുടിക്കണം എന്നില്ല, ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ലെമൺ ഒഴിച്ചിട്ട് ആ ലെമൺ വാട്ടർ കുടിക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ഈ ഫാറ്റ് ബേൺ വന്ന് കിടക്കുന്ന അതായത് നമ്മുടെ ഈ രണ്ട് തുടയുടെ അല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഒക്കെ സൈഡിലായിട്ട് നന്നായിട്ട് ഫാറ്റ് ഇങ്ങനെ കെട്ടിക്കിടക്കും. ഈ PCOD ഉള്ള പെൺകുട്ടികളൊക്കെ എടുത്ത് നോക്കണേ അവർക്കൊരു പ്രത്യേകം തടിയായിരിക്കും. ആ തടിയൊക്കെ നല്ല രീതിയിലൊന്ന് കുറയാനാണ് ലെമൺ വാട്ടർ കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ പറ്റിയൊരു ഓപ്ഷനാണ് ഉലുവ ഇട്ട് വെച്ച വെള്ളം കുടിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഉലുവ ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസം രാത്രി ഉലുവ ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യാം? ആ വെള്ളം കുടിക്കാവുന്നതാണ്. അതും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് എടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. ഇപ്പോൾ രാവിലെ നിങ്ങൾ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നട്ട്സും കൂടി ആ ടൈമിൽ നമുക്ക് കൊടുക്കാം. അത് പ്രശ്നമുള്ളൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ തന്നെ മിനി വേർഷൻ ആക്കാം, അല്ലേ? നിങ്ങൾ ചിലപ്പോൾ 5-6 ഇഡ്ഡലി കഴിക്കുന്നവരും 3-4 ദോശയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് 1-2 കുറച്ചുകൊണ്ട് വന്ന് കുറച്ച് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള എഗ്ഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ, അതായത് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നമുക്കൊന്ന് മുളപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അത്യാവശ്യം എന്തായിരിക്കും? വയറ് നല്ല രീതിയിൽ തന്നെ ഫില്ലാവും. അതുകൊണ്ട് അതൊന്ന് നിങ്ങൾക്ക് ഓപ്ഷനിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്നതാണ് ഓട്സിൻ്റെ ഒക്കെ വെജീസൊക്കെ ആഡ് ചെയ്തിട്ട് ഓട്സ് ഒരു കഞ്ഞി രൂപത്തിൽ ജസ്റ്റ് ഓട്സ് വെള്ളത്തിൽ കുക്ക് ചെയ്യുക, ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, ക്യാരറ്റ്, ക്യാപ്സിക്കം, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ വെജീസ് ആഡ് ചെയ്തിട്ട് കഴിക്കുക. അല്ലെങ്കിൽ ബ്രൊക്കോളിയൊക്കെ ഈ ഓട്സിൽ തന്നെ വേവിച്ചിട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതും അത്യാവശ്യം വയറ് ഫില്ല് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു എഗ്ഗും കൂടി ആഡ് ചെയ്യാം. എഗ്ഗ് കഴിക്കുന്നത് PCODക്കാർക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. അത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തതായിട്ട് ഒരു 10 മണിക്ക് ആവുന്ന സമയത്ത്, 10 മണിക്ക് നമുക്ക് അധികം ഹെവി ആയിട്ടൊന്നും വേണ്ട, ലൈറ്റ് ആയിട്ട് മതി. നമുക്ക് ഒന്ന് നല്ലൊരു അല്ലെങ്കിൽ വയറിനൊരു ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീയും നിങ്ങൾ രാവിലെ നട്ട്സ് എടുക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നട്ട്സ് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കട്ട് ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ പറയുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് വളരെ കുറച്ച് അളവിലായിരിക്കണം. അത് റൈസ് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ അരിയാഹാരം നിർബന്ധമുള്ള ആളുകൾക്കാണ്. ഇല്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് എടുക്കാം. ഇപ്പോൾ മൾട്ടിഗ്രെയിൻ അല്ലെങ്കിൽ വീറ്റ് കൊണ്ട് നമുക്ക് 2 ചപ്പാത്തി ഉച്ചയ്ക്ക് കഴിക്കാം. അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ വെജ് കറിയോ കുറച്ച് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമ്മുടെ രാജ്മ അല്ലെങ്കിൽ ചന്ന, കടലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കൊരു ഓപ്ഷനായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് പലർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഡയറ്റും കാര്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അപ്പം അത് നിങ്ങൾക്ക് കഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം
എന്താണ് ഒരു ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു 4 മണിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വിശപ്പ് വരും. ആ സമയത്ത് നമുക്കൊരു ബ്ലാക്ക് കോഫി എടുക്കാം. വിത്തൗട്ട് ഷുഗർ എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഷുഗർ ആഡ് ചെയ്യാതെ നമ്മൾ മാക്സിമം ഈ ഒരു 1 മന്ത് നോക്കണം. അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യാതെ ഒരു ബ്ലാക്ക് കോഫി ലൈറ്റായിട്ടുള്ളത് എടുത്താൽ മതി. നമ്മൾ കുറച്ചധികം അതിൻ്റെ ഒരു സ്ട്രോങ് കൂടുമ്പോഴാണ് നമുക്കത് മധുരമില്ലാതെ കുടിക്കാൻ പറ്റുന്നത് വല്ലാത്ത പ്രശ്നമാണ്. എന്നാലും നിങ്ങൾ ലൈറ്റായിട്ട് കോഫി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ കുഴപ്പമുണ്ടാക്കില്ല. അപ്പോൾ ഒരു കോഫി എടുക്കുക, അത് മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, അത് കഴിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വീട്ടിൽ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് വീട്ടിലുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എണ്ണക്കടികൾ വേണ്ട, അത് ഒട്ടും നല്ലതല്ല. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്റ്റീം ചെയ്തിട്ട് കഴിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഗോതമ്പ് കൊണ്ടോ അതിൽ കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്കത് എടുക്കാം, അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ രാത്രിക്കാവുന്ന സമയത്താണെങ്കിലും എന്ത് ഉൾപ്പെടുത്തുക, ചപ്പാത്തി കഴിക്കാം, നല്ല മില്ലറ്റ്സ് കൊണ്ട് എന്തെങ്കിലും ഐറ്റംസ് കഴിക്കുക, അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക. എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം. 1-2 ദിവസം ഫ്രൂട്ട്സ് മാത്രം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് മാത്രം, അങ്ങനെ കഴിക്കേണ്ട ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് രാത്രി സമയത്തേക്ക് വെക്കാം. ഈ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ഫുള്ള് കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറേ ഓപ്ഷൻസ് പറഞ്ഞു, ഞാൻ ഒരു ഐറ്റം മാത്രമല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മാറ്റിക്കൊണ്ടേയിരിക്കാം. ഇതെല്ലാം നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് നോക്കുക, മാറ്റങ്ങൾ നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഒരാളുടെ പ്രഷർ വേണ്ടത് അല്ലേ. നമുക്ക് ചിലപ്പോൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വെയിറ്റും കുറയ്ക്കുക, പീരീഡ്സൊക്കെ റെഗുലർ ആക്കുക. നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ കുറയുമ്പോൾ തന്നെ പീരീഡ്സൊക്കെ കുറേയൊക്കെ തന്നെ എന്താവും, റെഗുലറായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ PCODക്കാർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും എക്സസൈസ് വേണം. 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 അവർ നിർബന്ധമായിട്ടും ഡെയിലി നിങ്ങൾ മേലനങ്ങി വ്യായാമം ചെയ്യണം. അതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. വെറുതെ ആർക്കോ വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശരീരമാണെങ്കിൽ വിയർക്കണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് വരും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.